ഇന്നത്തേത് പുളിവാളത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കണ്ണൂരുകാർ ഇത് ഉണ്ടാക്കാറില്ല, പക്ഷേ കാസർഗോഡാണെന്ന് തോന്നുന്നു ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ പച്ചരി എടുക്കുന്നതിൻ്റെ നേരെ പകുതിയാണ് കേട്ടോ ഈ 2 സാധനങ്ങളും വേണ്ടത്. പിന്നെ 1 മുട്ടയാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ശരിയായി കിട്ടുമെന്നൊക്കെ ഉള്ളത്, പക്ഷേ ശരിയായി കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മളെ കാസർഗോഡുകാർ ഇത് കണ്ടിട്ട് കളിയാക്കരുത് കേട്ടോ. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കരുത്. എന്നിട്ട് നമ്മൾ മുട്ടയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേണം ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇവിടം വരെയൊക്കെ എൻ്റെ ശരിയാണ് കേട്ടോ. പിന്നത്തേതാണ് ശരിയാവാതിരുന്നത്. ഏതാണ് നിങ്ങൾക്കറിയാലോ, നമ്മളെ പുളിവാള ഉണ്ടാക്കുന്നതാണ് കേട്ടോ ശരിയാവാതിരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഞാൻ പുളിവാള ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എന്താ ഇതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഞാൻ കുറേ നീട്ടി വലിച്ചൊക്കെ ഇടാൻ നോക്കി, എനിക്കാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിന് കുറേ നല്ലോണം എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. അടക്കം 1-2 ആയി കിട്ടിയിട്ടുണ്ട് അതിനൊരു പുളിയുടെ ആകൃതിയിലൊക്കെ. എന്നാലും പറയാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലും നമ്മളൊരു വാരിയിട്ടപ്പം എന്നൊക്കെ പറയലുണ്ട്, അതൊക്കെ പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ആദ്യം ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ഞാൻ എന്തായാലും ഇത് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ കാണാൻ ഭംഗിയില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കറക്റ്റാണല്ലോ അളവൊക്കെ, അതുകൊണ്ടായിരിക്കും ടേസ്റ്റ് പക്ക സൂപ്പറായിട്ടുള്ളത്. കാണാൻ മാത്രമേ ഭംഗിയില്ലാതുള്ളൂ, പക്ഷേ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. എനിക്കിത് അന്നേരം തന്നെ ഈ കറുമുറ കഴിക്കാനായിരുന്നു. നല്ല ക്രിസ്പിയും പുറം ഭാഗം ഉള്ള നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ എനിക്കൊന്ന് ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ നല്ലത്. എനിക്ക് തോന്നുന്നു കാസർഗോഡൊക്കെ പുതിയാപ്പിളപ്പാണ് എന്നാണ് കേട്ടോ ഇതിന് പറയാറ്. എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ കാസർഗോഡുകാർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലാന്ന് പറയുന്നത് എനിക്കറിയാം, കുറ്റം പറയരുത് കേട്ടോ. പിന്നെ കാസർഗോഡുകാരും കൂടുതൽ കാണില്ല. ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി കാണാം.